ഷാഫി പറമ്പിൽ MP നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയം, അതിന്റെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എത്രമാത്രം കോൺഫിഡൻസ്, ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് UDF ഉള്ള സാധ്യത കളയുമെന്ന ചർച്ചയും കൂടി കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ നിന്ന് തന്നെ തുടങ്ങി. അല്ല, അത് ആദ്യം കോൺഗ്രസ് അനുഭാവികൾക്കിടയിലല്ല, CPM-ന്റെ പ്രചരണങ്ങളാണ്. കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി ഞങ്ങൾ പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി മിഷൻ തയ്യാറാക്കി ഉപതെരഞ്ഞെടുപ്പുകൾ എങ്ങനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാത്തിലും ഉപരി ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസം ചെറുതുവല്ലോ ആണോ? ജനങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ല പടം, അത് ട്രെയിലറാ. പടം വരാനിരിക്കുന്നേ ഉള്ളൂ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഭരണം ആരും ഇപ്പോൾ എഴുതി ഒപ്പിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്താൽ തന്നെ അത് കിട്ടുള്ളൂ. അവർ വോട്ട് ചെയ്യുന്ന അവരുടെ വോട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള എക്സസൈസ് ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളുടെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം SIR-ന്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പൊ ഫൈനൽ പട്ടിക എന്ന് പറഞ്ഞാൽ അതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അറിയാം അത് കരട് പട്ടികയേക്കാളും മോശമായിരുന്നു എന്നുള്ളത്. കനകൂലുവിന്റെ പരീക്ഷണങ്ങൾ കേരളത്തിൽ വിജയിക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ക്യാമ്പയിനുകളൊന്നും വിജയിക്കില്ല എന്നാണ്. കനകൂലു അതിന് പ്രത്യേകിച്ച് വേറെ പരീക്ഷണമൊന്നും ഇവിടെ നടത്തുന്നില്ല. അതായത് കോൺഗ്രസ് പാർട്ടി കൽപ്പിച്ച ജോലി എന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇവിടുത്തെ പാർട്ടി ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൾസും പാർട്ടി ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പാർട്ടിയും UDF ആലോചിച്ചിട്ട് തന്നെ തീരുന്നു. അല്ലാതെ ഇതിന്റെ എല്ലാം മേലെ ഞങ്ങൾ ആരെങ്കിലും സ്ഥാപിച്ചിട്ട് അവരെന്താ പറയണമെന്ന് നോക്കിയിട്ടല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേറൊരു സംവിധാനം കംപ്ലീറ്റ്ലി PR മാത്രമായിട്ട് മാറുന്ന നമ്മൾ കാണുന്നില്ലേ? കിഫ്ബി പോലും ഒരു PR എക്സസൈസ് ആയിട്ട് മാറുകയല്ലേ? 10-100 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പരസ്യത്തിന് എടുത്ത് കൊടുക്കല്ലേ? 9.5% പലിശക്കൊക്കെ പൈസ എടുത്തിട്ട് അതിനെ പരസ്യത്തിന് ചെലവാക്കാന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിന്റെ ഇന്റർവ്യൂ സംപ്രേഷണം. ഒരു കാര്യം പറയാം, ആര് ഇന്റർവ്യൂ ചെയ്താലും ഇത്തവണ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ അവരുടെ എല്ലാ അഭിമുഖവും കാഴ്ചപ്പാടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആര് ഇന്റർവ്യൂ ചെയ്താലും ഇടതുമുന്നണിയെ രക്ഷപ്പെടുത്താനാകില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.